ഹലോ, വെൽക്കം ബാക്ക്. അപ്പം നമ്മളിന്ന് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പട്ടാണിക്കുറുമ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നാണ് കാണിക്കാൻ പോകുന്നത്. അതിന് വേണ്ടി നമ്മളിവിടെ ഉണക്കപ്പട്ടാണിയാണ് എടുക്കേണ്ടത്. അത് തലേന്ന് രാത്രി നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം. നന്നായി കഴുകിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്ത് കുക്കറിലേക്കിട്ട്, കഴുകേണ്ട ആവശ്യമില്ല, കുക്കറിലേക്കിട്ട് നിറച്ച് വെള്ളം വയ്ക്കുക. അതുപോലെ തന്നെ ഉപ്പും ഇട്ട് 8 വിസിലാണ് നമ്മൾ വേവിക്കേണ്ടത്. ഇപ്പം എൻ്റെ ഇവിടെ കുക്കറും അതും ഇതും വ്യത്യാസം ഉണ്ടാവും മറ്റുള്ളവരുടേതായിട്ട്. അപ്പം അതുമായി ചേഞ്ചസ് വരാം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇപ്പം മൊത്തത്തിൽ 8 വിസിലാണ്. 6 വിസിലാകുമ്പോൾ നമ്മൾ കുക്കർ എടുക്കണം. എന്നിട്ട് ബാക്കി എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിന് വേണ്ടിയിട്ട് അതവിടെ നിന്ന് വിസിലടിക്കട്ടെ. അപ്പം ഞാൻ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് 6 വിസിലടുപ്പിക്കുന്നത്. ഓക്കെ, ഇനി നമ്മളിതിലേക്ക് സവാള, ഒരു പിടി സവാള എടുത്തിട്ടുണ്ട്. ഒരു 3 കുഞ്ഞ് ക്യാരറ്റ് അരിഞ്ഞിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും നമ്മൾ നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കണ്ടാലോ, ഇതുപോലെ നമ്മൾ ക്യാരറ്റ് വളരെ നൈസായിട്ട് അരിയണം. അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഇതുപോലെ സ്ക്വയറായിട്ട് അരിഞ്ഞെടുക്കണം നമ്മൾ. അപ്പം 6 വിസിലായപ്പോൾ നമ്മുടെ പട്ടാണി ആവി പോക്കിയതിന് ശേഷം മാത്രം കുക്കർ തുറന്ന് നമ്മളതിലേക്ക് ക്യാരറ്റും ഉരുളക്കിഴങ്ങും മാത്രം നമ്മൾ ചേർത്ത് 2 വിസിലും കൂടി നമ്മൾ അടുപ്പിക്കണം. ഓക്കെ, എന്നിട്ട് ആവി പോകുന്നത് വരെ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഒരു പാന് നമ്മൾ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് ഒരു 3 കറാമ്പൂ, ഒരു ഏലക്കായ, നിങ്ങളുടെ കയ്യിൽ പട്ടയും അതുപോലെ തന്നെ ബേ ലീഫൊക്കെ ഇട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു കഷ്ണം പട്ടയും ഒരു കുഞ്ഞു കഷ്ണം ബേ ലീഫും കൂടി ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല. ഇനി നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ഇടുക. നന്നായിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മളിതിലേക്ക് ഇടുന്നത് ഒരു 4-5 കുഞ്ഞ് വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കുരുമുളക്, ഒരു അര ടീസ്പൂൺ കുരുമുളക് ഉണ്ടാവും. ഇത്രയും 3 കൂടിയും ചേർത്ത് ഞാൻ ഒരുമിച്ച് ചതച്ചെടുത്തിട്ടുള്ളതാണ്. അതും കൂടി നമ്മളിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് അതിൻ്റെ പച്ചക്കുത്ത് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഉള്ളിയും അതോടൊപ്പം തന്നെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കേണ്ടതാണ്. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഇനി ചേർക്കുന്നത് പച്ചമുളകാണ്. പച്ചമുളക് ഒരെണ്ണമാണ് ഞാൻ എടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിതിലേക്ക് കറിവേപ്പില, ഒരു തണ്ട് കറിവേപ്പിലയും ഞാൻ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ പട്ടാണിയും അതുപോലെ തന്നെ പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ട്. പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഒന്നും ഓവർ ഒടിഞ്ഞു പോയിട്ടുമില്ല, ഒന്നും ഓവർ വെന്ത് പോയിട്ടുമില്ല. അപ്പം ടോട്ടൽ 8 വിസിലാണ് നമുക്ക് അടിച്ചെടുക്കേണ്ടത്. അപ്പം ഇനി ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 3 നുള്ള് ഗരം മസാല, ഇത്രയാണ് നമ്മൾ മസാല എന്നുള്ളതായിട്ട് നമ്മളിതിൽ ചേർക്കുന്നതാകെ. ഇനി നന്നായിട്ടൊന്ന് വഴറ്റി ഇതിൻ്റെ പച്ചക്കുത്തൊന്ന് മാറ്റുക. ഒരു 10 സെക്കൻഡ് വഴറ്റിയാൽ മതി. അത് കഴിയുമ്പോൾ അതിൽ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പട്ടാണിയും ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മളിതിലേക്ക് ആ വെള്ളമോടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കിയിട്ട്, ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ എനിക്ക് ഉപ്പ് ചേർക്കാൻ ആവശ്യം തോന്നിയില്ല, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചെറുതായി ഒന്ന് തിളച്ച് വരട്ടെ. ആ സമയത്ത് നമുക്കിതിനുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പെന്ന് പറയുമ്പോൾ നമ്മൾ ഒരു കുഞ്ഞി പിടി, 3 പിടി കേട്ടോ, 3 കുഞ്ഞതായിട്ട് പിടി എടുത്തിട്ടുള്ള തേങ്ങ, അതുപോലെ തന്നെ ഒരു 2 നുള്ള ജീരകം, ഒരു 5-6 കാഷ്യൂനട്ട്, കുഞ്ഞ് കാഷ്യൂനട്ടായിരുന്നു, ഒരു 5-6 ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇനി ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഈ അരപ്പും കൂടി ചേർത്ത് കൊടുക്കുക. തേങ്ങയ്ക്കൊരു പച്ച മണം, പച്ച ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരട്ടെ. അപ്പം ഇത് ലോ ഫ്ലെയിമിലാണ് നിങ്ങളെപ്പോഴും വെക്കാനുള്ളത്. ഇനി ഒന്ന് ചെറിയ തിള വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കസൂരി മേത്തി ഉണ്ടെങ്കിൽ ഈ സമയത്ത് കുറച്ച് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ഫ്ലേവർ കിട്ടും. വേണമെന്നില്ല, നിർബന്ധമില്ല. അപ്പം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള കുറുമ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് കേട്ടോ. അത് പെർഫെക്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.